സർ, തിരുപ്പതി ദേവസ്വം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? തിരുപ്പതിയിൽ ഈ നവംബറിൽ പുതിയ ദേവസ്വത്തിന് ചെയർമാൻ വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭരണമൊക്കെ വന്ന ശേഷം നേരത്തെ ജഗൻ റെഡ്ഡി ഇത് കുളമാക്കി വെച്ചിരിക്കുകയായിരുന്നു. അമ്മാവനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജഗൻ റെഡ്ഡി ക്രിസ്ത്യാനിയാണ്. YS രാജശേഖർ റെഡ്ഡി ക്രിസ്ത്യാനിയായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ പേരുകളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. ബ്രഹ്മാനന്ദ റെഡ്ഡി നേരത്തെ ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 18 അഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ളവർ തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങളുണ്ടല്ലോ, ആയുർവേദ കോളേജ്, വേറെ ആർട്സ് കോളേജ്, ആശുപത്രി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരെ 18 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതേ തസ്തികയിൽ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വയം പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നടപടി എടുത്തിരിക്കുകയാണ്. ഈ പുതിയ ചെയർമാൻ വന്നിട്ട് നവംബറിൽ ഈ തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് ഓർഡർ വന്നിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ 6 അധ്യാപകരുണ്ട്. ഈ TTD ബോർഡ്, തിരുപ്പതി തിരുമല ദേവസ്ഥാനം ബോർഡ് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ 6 ടീച്ചർമാർക്ക് പുറമെ ഒരു ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ക്ഷേമത്തിനുള്ള ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഓഫീസർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരാളുണ്ട്, അസിസ്റ്റന്റ് ടെക്നിക്കൽ ഓഫീസർ ഒരാളുണ്ട്, ഇലക്ട്രിക്കൽ, പിന്നെ ഹോസ്റ്റൽ വർക്കർ, ഹോസ്റ്റലിൽ ജോലി ചെയ്യുന്ന ഒരാൾ, 2 ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, 2 നേഴ്സുമാരും ഒക്കെ ഉണ്ട് ഈ 18 പേരുടെ കൂട്ടത്തിൽ. ആന്ധ്രയിൽ ഈ ഹിന്ദു എൻഡോമെന്റ്സിന്റെ മന്ത്രി, ദേവസ്വം മന്ത്രി എന്ന് പറയാം, അനം രാമനാരായണ റെഡ്ഡി, അദ്ദേഹമാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ പിരിച്ചുവിടുന്ന കാര്യം ഹിന്ദു പേരുകളല്ലേ? അല്ല, അനം രാമനാരായണ റെഡ്ഡി ഹിന്ദുവാണ്. മറ്റവരുടെ പേര് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. ഈ പിരിച്ചുവിടപ്പെട്ടവരുടെ പേര് അതൊക്കെ ഹിന്ദു പേര് തന്നെയാണ്. ഒരാളൊഴിച്ച്, റോസി എന്ന് പറഞ്ഞ ഒരാളൊഴിച്ച്, ഒരു നേഴ്സ് റോസി ഉണ്ട്, ബാക്കിയൊക്കെ ഹിന്ദു പേരുകളാന്ന് തോന്നുന്നു. ആന്ധ്രാപ്രദേശിൽ ഈ ദേവസ്വം മന്ത്രി അനം രാമനാരായണ റെഡ്ഡി ഹിന്ദു തന്നെ. അദ്ദേഹമാണ് ഈ ട്രാൻസ്ഫർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 18 പേരുടെ. ഈ അഹിന്ദുക്കളെ മാറ്റുക, പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം, ഈ അഹിന്ദുക്കളായിട്ട് ഈ ദേവസ്വത്തിൽ കടന്നുകൂടിയിട്ട് അവരുടേതായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതും നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നവംബറിൽ BR നായിഡുവിനെ ചെയർമാനായിട്ട് വെച്ചിരുന്നു, പുതിയ ചെയർമാനായിട്ട്. മറ്റേ ജഗൻ റെഡ്ഡിയുടെ ആളുകളെയൊക്കെ പുറത്താക്കിയിരുന്നു. അപ്പോൾ BR നായിഡു ചെയർമാനായിട്ടുള്ള ആദ്യത്തെ യോഗത്തിൽ തന്നെ ഈ തീരുമാനമെടുത്തിരുന്നു, അഹിന്ദുക്കളെ എടുത്ത് കളയുക എന്നുള്ളത്. അപ്പോൾ TTD ഹിന്ദു ആചാരങ്ങളുമായിട്ട് പോകുമ്പോൾ ഈ അഹിന്ദുക്കളായിട്ട് ജോലി കിട്ടിയ ആളുകൾ അവരുടെ ആചാരങ്ങളുമായിട്ട് പോവുമായിരുന്നു. അവരുടെ മോസ്കുകളിൽ പോകുന്നുണ്ടായിരുന്നു, അവരുടെ പള്ളികളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോകുമ്പോൾ തന്നെ ഇവർ അവിടെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഈ ജോലിയിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ഹിന്ദു ആചാരങ്ങൾ അതിലാണ് വിശ്വസിക്കുന്നത്, അത് ഞങ്ങൾ പിന്തുടർന്നോളാം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാണ് പിന്നെ പള്ളിയിലെ പെരുന്നാള്, മോസ്കിലെ മറ്റേ വിരുന്ന്, ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിയമവും ഒക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിലെ ഹിന്ദു ആചാരങ്ങളുമായി ഇവരുടെ പ്രവർത്തനങ്ങൾ ചേരുന്നില്ല എന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ പേര് നോക്കാം, പുറത്താക്കപ്പെട്ട ആളുകളുടെ. ഡോക്ടർ KV വിജയഭാസ്കർ റെഡ്ഡി SV ആയുർവേദ കോളേജിലെ പ്രൊഫസറാണ് ഈ ഡോക്ടർ KV വിജയഭാസ്കർ റെഡ്ഡി. K സുജാത, G അസുന്ദ, ഇത് ലെക്ചറർ. ഈ K സുജാത ലെക്ചറാണ്, അസുന്ദ പ്രിൻസിപ്പലാണ്. SPW ഡിഗ്രി ആൻഡ് PG കോളേജ്, തിരുമല ദേവസ്വത്തിൻ്റെയാണ്. ആ കോളേജിലെ പ്രിൻസിപ്പലും ഒരു അധ്യാപികയും അഹിന്ദുക്കളാണ്. K പ്രതാപ്, ലെക്ചറർ, SGS ആർട്സ് കോളേജ്. പിന്നെ K മനക്ഷ ധായൻ, അത് കുഴപ്പം പിടിച്ച പേരാ. K മനക്ഷ ധായൻ, ലെക്ചറർ, SV ആർട്സ് കോളേജ്. ഡോക്ടർ രേണു ദീക്ഷിത് എന്നൊക്കെ ഉണ്ട് പേരിൻ്റെ കൂടെ,
പ്രിൻസിപ്പൽ SV ആയുർവേദിക് കോളേജ്, ഇതും അഹിന്ദുവാണ്. പിന്നെ A. ആനന്ദരാജു, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഓഫീസർ. A. രാജശേഖർ ബാബു, അസിസ്റ്റന്റ് EO ഓപ്ഷൻസ്, ലേലമൊക്കെ നടത്തുന്ന ഓഫീസർ, അഹിന്ദു ആയിരുന്നു. പിന്നെ TTD എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്യാമള റാവു ആണ് ഇത് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പിന്നെ ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വിശുദ്ധി, പവിത്രത അത് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ നമ്മുടെ പൈതൃകം, ഹിന്ദുമത വാല്യൂസ്, മൂല്യങ്ങൾ, ഇതിനൊക്കെ എതിരെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഹിന്ദുമത വിശ്വാസം, സനാതന ധർമ്മം, ഇതിനൊക്കെ എതിരെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ വെങ്കടേശ്വരൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ജോലിയിലേക്ക് കയറുന്നത്. എന്നിട്ടാണ് ഇത് ആ സത്യപ്രതിജ്ഞയിൽ പറയുന്നത് ഹിന്ദു ധർമ്മവും പൈതൃകവും ഞങ്ങൾ പിന്തുടർന്നോളാം എന്നാണ് സത്യപ്രതിജ്ഞാ വാചകം. ഞങ്ങൾ അഹിന്ദു ആചാരങ്ങൾ പിന്തുടരുകയില്ല എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് റവന്യൂ വകുപ്പിൻ്റെ 1980 ഒക്ടോബർ 24 ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവിലെ റൂൾ 9(6) GO 106 ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് സത്യപ്രതിജ്ഞ എന്നും വാചകങ്ങളും ഇങ്ങനെ ചെയ്തിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ജോലിക്ക് കയറാനായിട്ട് ഹിന്ദു പേരുകൾ ഉപയോഗിക്കുന്നു. ജോലിക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ ഹിന്ദുധർമ്മം ജീവിച്ചോളാം, അങ്ങനെ നോക്കി ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നു. അവിടെ ചെന്നിട്ട് പിന്നെ ചെയ്യുന്നത് തൊരപ്പൻ പരിപാടികളാണ്. എന്നെ അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡിലും ഇത് തന്നെയാണ് പിന്തുടരുന്നത്? അതെ, കേരളത്തിലും ഈ തിരുമല ദേവസ്വം ചെയ്തതുപോലെ ഉള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ടതാണ്. അഹിന്ദുക്കൾ ഈ ദേവസ്വത്തിന്റെ കോളേജുകളിലൊക്കെ ഉണ്ടാവും, ഇതും കോളേജുകളിലെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വേറെ ജോലി നോക്കാവുന്നതാണ്. ഏതായാലും ദേവസ്വം ബോർഡിലൊന്നും ഇതൊന്നും നടപ്പില്ല എന്നുള്ളത് കേരളവും ഈ തിരുമല ദേവസ്വത്തിന് മാതൃകയാക്കേണ്ടതാണ്. ഇതിനെ ചോദ്യം ചെയ്യുന്ന നടപടികൾ ഇവിടെ ഹിന്ദുമത സംഘടനകളിൽ നിന്നുണ്ടാകുന്നത് നന്നായിരിക്കും. എന്നിട്ടും ഈ തിരുമല ദേവസ്വത്തിൽ ഇവർ മുസ്ലിം ക്രിസ്ത്യൻ ആചാരങ്ങൾ പിന്തുടർന്നിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ തിരുമല ദേവസ്ഥാനത്തിലെ ഉത്സവത്തിലും അവർ പങ്കുകൊണ്ടിരുന്നു. 2 വള്ളത്തിലും കാൽ ചവിട്ടിയാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഹിന്ദു വികാരങ്ങൾക്കെതിരായിരുന്നു, ഹിന്ദുമത വികാരം ഈ സ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു ഇവരുടെ പെരുമാറ്റം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഉത്തരവില് തിരുമല ദേവസ്വത്തിന്റെ ചീഫ് എഞ്ചിനീയർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എക്സിക്യൂട്ടീവ് ഓഫീസർ ഹ്യൂമൻ റിസോഴ്സ് വെച്ചിട്ടുണ്ട്. തിരുമല ദേവസ്ഥാനത്തിൻ്റെ കീഴിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലെ പണി ഇത്തരം ആളുകൾ ചെയ്യാൻ പാടില്ല, ഹിന്ദുക്കൾ. അതുപോലെ മതപരമായ ചടങ്ങുകളിലെ ജോലി അതും ഇവർ നിർവഹിക്കാൻ പാടില്ല. അല്ലാത്ത വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് ഇവരെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലെ ഹിന്ദു സംഘടനകൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റിലേക്ക്, ദേവസ്വം ബോർഡിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം എത്ര അഹിന്ദുക്കളുണ്ട് നമ്മുടെ ഇതിൽ, അതിനനുസരിച്ചുള്ള ഒരു മുന്നോട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ഇപ്പോൾ ഒരു ആവശ്യമുള്ള കാര്യമായിട്ട് തോന്നും. കാരണം വേറൊരു സ്റ്റേറ്റിൽ ഇത് ചെയ്യുന്നുണ്ട്, തിരുപ്പതി പോലുള്ള ഒരു ദേവസ്വം ബോർഡിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ കേരള ദേവസ്വം ബോർഡിൽ ചെയ്യേണ്ടതല്ലേ ഇത്? അല്ല, ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളെ തന്നെ അംഗങ്ങളാക്കാനും ഒക്കെയുള്ള നീക്കമൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. പുരോഗമനപരമായിരിക്കണം, സെക്കുലർ ആയിരിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ കപട മതേതരവാദികൾ. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് അഹിന്ദുക്കളെയും ഒക്കെ കയറ്റാനുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രം അതിന് വേണ്ടിയിട്ടുള്ളതല്ലോ. ക്ഷേത്രം ഈ ഏരിയ കമ്മിറ്റി അല്ലല്ലോ. അപ്പൊ ക്ഷേത്രത്തിൻ്റെതായ ആചാരങ്ങളാണ് നടപ്പാകേണ്ടത്. അവിടെ അതിന് ആവശ്യമുള്ളവര്, ഈശ്വര വിശ്വാസമുള്ളവർ, ഹിന്ദുമത വിശ്വാസികൾ പോയാൽ മതിയല്ലോ. നമ്മുടെ ഇപ്പൊ കേരളത്തിലെ പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും ശരിക്കും പറഞ്ഞ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസ് പോലെയുള്ള മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മിക്ക അമ്പലങ്ങളിലും അങ്ങനെയാണ്. എനിക്ക് പരിചയമുള്ള ഐനി ശിവക്ഷേത്രം, തൃപ്പൂണിത്തുറ പൂർണ്ണത്ര ക്ഷേത്രം, ഇവിടുത്തെ ആളുകളൊക്കെ എന്നോട് വന്ന് പലപ്പോഴും
പറയാറുണ്ട്. ഇപ്പോൾ അവിടെ അങ്ങനെയാണ് നടക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ മാർക്സിസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അയാൾക്ക് പരിചയമുള്ള മാർക്സിസ്റ്റുകളെ കൊണ്ടുവന്നൊക്കെയാണ് പ്രസംഗിപ്പിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെയാണ് മറ്റു ചുമതലകളിലേക്കും അങ്ങനെയുള്ള ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ പാർട്ടിയുടെ ആളുകൾ മാത്രം തിരികെ കയറ്റുന്ന ഒരു അവസ്ഥയല്ലേ? അതിലൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമല്ലേ? അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നിട്ട് ഇനി മറ്റ് ഈ കുറച്ച് പേരുകൾ ഞാൻ പറഞ്ഞല്ലോ, അല്ലാത്ത ജോലികളുള്ള ആളുകളുടെ പേര്: NC ഭീമണ്ണ, VB കോമള, ദേവി, M ശേഖർ, T കല്യാണി, അത് നഴ്സാ, T കല്യാണി, A സൗഭാഗ്യം, നഴ്സാ, S റോസി, അതും നഴ്സിംഗ് സ്റ്റാഫാ, T നാരായണ സ്വാമി, അഹിന്ദുവാണ്. T നാരായണ സ്വാമി അഹിന്ദു. ഇവര് മതം മാറിയതാണോ അതോ? മതമൊന്നും മാറിയിട്ടൊന്നുമില്ല. അത് ഏതോ ഒരു കാലത്ത് അവര് മതം മാറിയിട്ടൊക്കെ ഉണ്ടാവും. അവിടെ ഈ ബ്രദറൻ സഭ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സഭയിലൊക്കെ പെട്ട ആളുകളാണ് കൂടുതലും. പ്രൊട്ടസ്റ്റന്റുകളാണ്. ഇവിടത്തെ പോലെ കാത്തലിക്കുകളോ അങ്ങനെയൊന്നുമല്ല. അവിടെ അങ്ങനത്തെ സഭകളുണ്ടല്ലോ, ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ധാരാളം, അതിലൊക്കെ പെടുന്നവരാണ് ഈ പല രാഷ്ട്രീയ നേതാക്കളും. കൂടുതലും ബ്രദറനിലൊക്കെ പെട്ട ആളുകളൊക്കെയാണ്. G ആശീർവാദം, G ഗോപി എന്നൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ. അപ്പോൾ തിരുമല ദേവസ്വം അവർ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ ചന്ദ്രബാബു നായിഡു വന്നു കഴിഞ്ഞിട്ട് ഈ തിരുമല ദേവസ്വം ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. നായിഡുവിനൊക്കെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു മുന്നോട്ട് വെക്കണം ജഗൻമോഹൻ റെഡ്ഡി ആയിരിക്കും ഇതിൽ കുറച്ചുകൂടി. അല്ല സോറി, ജഗൻമോഹൻ റെഡ്ഡി അല്ല, പവൻ കല്യാണിനെ പോലുള്ള നേതാക്കന്മാരുടെ ഒരു പ്രസൻസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് വരുന്നുണ്ടല്ലോ അദ്ദേഹം. അതൊക്കെ വരും. അതല്ല ഇത് വൃത്തിയാക്കും എന്നുള്ളത് ചന്ദ്രബാബു നായിഡു പറയുകയും ചെയ്തിരുന്നു. താമസിയാതെ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നരാ ലോകേഷ് ഉപമുഖ്യമന്ത്രിയാകുന്നൊക്കെ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഈ തമിഴ്നാട് മാതൃക സ്വീകരിച്ചിട്ട് ലോകേഷാണ് ഇപ്പൊ കൂടുതൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. ചന്ദ്രബാബു നായിഡുവിനേക്കാൾ കൂടുതൽ ഇടപെടുന്നത് മകനാണ്. മകൻ പവൻ കല്യാണമൊക്കെ ആയിട്ട് നല്ല ചങ്ങാത്തത്തിലാണ് പോകുന്നത്. അപ്പോൾ ഈ മാതൃക എന്തായാലും കേരളത്തിലും വളരെ അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.